നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ജാബിർ വരിക്കോടൻ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഗൂഗിൾ AI പ്രോ എങ്ങനെ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. ആദ്യം എന്താണ് ഗൂഗിൾ AI പ്രോയുടെ ഫീച്ചറുകളെന്ന് നമുക്ക് ചെറിയ രീതിയിൽ മനസ്സിലാക്കാം. അതിനു മുൻപ് ഇങ്ങനെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഫോളോ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ പഠിക്കണ്ട. ഇതുവരെ ഇങ്ങനെ ഒരു കാര്യം അറിയില്ല ബ്രോ, പറഞ്ഞതിന് താങ്ക്സ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുത്തോ, അറിയാത്തവർ അറിഞ്ഞിരിക്കട്ടെ. അപ്പോൾ എന്താണ് ഗൂഗിളിൻ്റെ AI പ്രോ എന്ന് നമുക്ക് ചെറിയൊരു വിശദീകരണം നോക്കാം. ചുരുക്കി പറഞ്ഞാൽ ഗൂഗിളിൻ്റെ AI സോഫ്റ്റ്വെയർ ഏതൊക്കെയുണ്ടോ അതിൻ്റെ എല്ലാം പ്രോ വെർഷനുകൾ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ഫീച്ചറാണ്. ഗൂഗിളിൻ്റെ ജിമിനി ആയാലും ശരി, അതല്ലെങ്കിൽ ഫ്ലോ, അങ്ങനെ തുടങ്ങി ഗൂഗിളിൻ്റേതായിട്ട് എന്തൊക്കെയുണ്ടോ അതെല്ലാം നമുക്ക് അതിൻ്റെ പ്രോ വെർഷൻ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെയുള്ളൊരു ഫീച്ചറാണ്. ലീഗലായിട്ട് നമുക്കിതിനെ അൺലിമിറ്റഡായി ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ആ ഒരു മെത്തഡാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അറിയാത്തവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളുടെ ജിമിനി ഓപ്പൺ ചെയ്യുക. ജിമിനി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിലായി നമുക്കിതിനെ നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ കാണാൻ സാധിക്കും. അതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയായി അപ്ഗ്രേഡ് ടു AI പ്ലസ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാം. ജസ്റ്റ് അതിലൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മുകളിലായി ഗൂഗിൾ AI പ്ലസ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കിട്ടും. പക്ഷേ ഇതിൽ നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ആക്സസ് ലഭിക്കും. എല്ലാത്തിലും ലിമിറ്റഡ് തന്നെയാണ്, എന്നാൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനാണ് പ്രോ എന്നുള്ളത്. ഗൂഗിൾ AI പ്രോ ഇവിടെ നിങ്ങൾക്ക് കാണാം. അതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏതൊക്കെ ഫീച്ചേഴ്സുകളുണ്ട് എല്ലാം നമുക്ക് ഇവിടെ മനസ്സിലാകും. വെറും AI മാത്രമല്ല, ഗൂഗിൾ ഡ്രൈവിൽ 2 TB വരെ നമുക്ക് ഫ്രീ ആയിട്ട് സ്റ്റോറേജും ലഭിക്കും. അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ഗെറ്റ് ഗൂഗിൾ AI പ്രോ എന്നുള്ള ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേയ്മെൻറ്റ് മെത്തേഡ് വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നതായിരിക്കും. വെരിഫൈ നൽകുക. ഇവിടെയായി കൃത്യമായ ഡീറ്റെയിലുകൾ നൽകിയത് കാണാം. ഈ ഒരു പർച്ചേസ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ മാസത്തിൽ നിങ്ങൾക്ക് 1950 രൂപയായിരിക്കും ചാർജായിട്ട് വരുന്നത്. എന്നാൽ ഇവിടെ പറയുന്ന ഈ മെത്തേഡിലൂടെ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ എല്ലാ മാസവും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും, ഈ ഓഫർ തീരുന്നത് വരെ. ഇവിടെ ഒരു മാസത്തെ ഫ്രീ ട്രയലാണ് നമുക്ക് ലഭിക്കുന്നത്. ആ ഒരു മാസത്തെ ഫ്രീ ട്രയൽ തന്നെ ലീഗലായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ആ ഒരു മാസം വരെ നമുക്ക്, നിങ്ങൾ ഏത് ദിവസമാണോ തുടങ്ങിയത് അന്ന് മുതൽ ഒരു മാസം വരെ നമുക്ക് ഫ്രീ ആയിട്ട് 1 രൂപ കൊടുക്കാതെ നമുക്ക് AI പ്രോ ടൂളുകൾ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി പേയ്മെൻറ്റ് മെത്തേഡ് എന്നുള്ള ആ ഭാഗം സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഓട്ടോ പേയ്മെൻറ്റ് വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്യാൻ UPI നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. UPI എങ്ങനെയാണ് ആഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് മെത്തേഡ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ UPI ID അതല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് മറ്റേതെങ്കിലും കാർഡിൻ്റെ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ആ ഓപ്ഷൻ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് സെലക്ട് ചെയ്യാം. UPI ആണ് വളരെ സിമ്പിൾ ആയിട്ടുള്ളത്. അപ്പോൾ UPI എന്നുള്ള ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ UPI ID അവിടെ ടൈപ്പ് ചെയ്ത് വെരിഫൈ ചെയ്യുക. UPI ID എങ്ങനെയാണ് ലഭിക്കുന്നത് വെച്ചാൽ നിങ്ങളുടെ ഫോൺ പേയോ അതല്ലെങ്കിൽ ഗൂഗിൾ പേയുടെ പ്രൊഫൈൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ UPI ID അവിടെ കാണാൻ സാധിക്കും. ആ ഒരു QR കോഡ് നമ്മൾ സ്കാൻ ചെയ്യാൻ വേണ്ടി QR കോഡ് എടുക്കുന്ന ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് UPI ID അതിന് താഴെ QR കോഡിന് താഴെയായിട്ട് കാണാം. അത് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. അതിനുശേഷം നിങ്ങൾ ഏത് ആപ്ലിക്കേഷൻ്റെതാണോ, നിങ്ങൾ ഏത് ആപ്ലിക്കേഷൻ്റെ UPI ID ആണോ ഉപയോഗിക്കുന്നത് ആ ആപ്പിനകത്ത് ഇതേ രീതിയിൽ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ആ നോട്ടിഫിക്കേഷൻ മുകളിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പേയ്മെൻറ്റ് അപ്രൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നതായിരിക്കും. അത് അപ്രൂവ് ചെയ്ത് കൊടുക്കുക. അപ്രൂവ് ചെയ്യുന്ന സമയത്ത് 2 രൂപയോ 5 രൂപയൊക്കെ കട്ടാവാം. പക്ഷേ അത് പിന്നീട് 10-15 മിനിറ്റുകൾക്ക് ശേഷം വീണ്ടും നമ്മുടെ അക്കൗണ്ടിലേക്ക് തന്നെ തിരിച്ച് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. 1 രൂപ പോലും നമുക്ക് നഷ്ടപ്പെടുകയില്ല. അങ്ങനെ ഓട്ടോ പേ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരു മാസം ആകുമ്പോഴേക്കും, ഇപ്പോൾ നിങ്ങൾ മാർച്ച് 13-നോ 14-നോ ഒക്കെ ഈ ഒരു പ്ലാൻ ആക്റ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മാസം ഏപ്രിൽ 13 അതല്ലെങ്കിൽ 12-ന് പോയി നിങ്ങളുടെ പ്ലേ സ്റ്റോറിലോ അതല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലോ പോയിട്ട് ആ ഒരു ഓട്ടോ പേ ഓപ്ഷൻ അതല്ലെങ്കിൽ ആ ഒരു സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ചെയ്ത് കൊടുക്കുക. വീണ്ടും നിങ്ങൾക്ക് പുതിയ സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആയിട്ട് എടുക്കണമെങ്കിൽ പുതിയൊരു അക്കൗണ്ട് ലോഗിൻ ചെയ്ത് അതുവഴി നിങ്ങൾക്ക് എടുക്കാം. അങ്ങനെ നമുക്ക് എത്രയും അക്കൗണ്ടുകൾ ജനറേറ്റ് ചെയ്തുകൊണ്ട് അൺലിമിറ്റഡ് ആയിട്ട് ഈ ഓഫർ ഏത് കാലം വരെയുണ്ട് അത്രയും കാലം നമുക്ക് ഫ്രീ ആയിട്ട് ഗൂഗിളിൻ്റെ AI പ്രോ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. മാസം 1950 രൂപ കൊടുക്കുന്നത് നമുക്ക് 1 രൂപ പോലും ചിലവില്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഉടനെ തന്നെ നിങ്ങൾക്ക് ആ പ്രോ വെർഷൻ ആക്റ്റീവ് ആയിട്ടുണ്ട് എന്നുള്ള നോട്ടിഫിക്കേഷൻ കാണിക്കുകയില്ല. കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ തന്നെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും AI പ്രോ ഗെറ്റ് AI പ്രോ എന്നുള്ള ആ ഒരു ഭാഗത്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ
പിന്നീട് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് അൾട്ര അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോ വെർഷൻ ആക്റ്റീവ് ആയിട്ടുണ്ട് എന്നുള്ളത്. അതല്ലെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ താഴെ തന്നെ നിങ്ങൾക്ക് ആക്റ്റീവ് ആയിട്ടുള്ളതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും, ഒരു വെൽക്കം ചെയ്തുകൊണ്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അതുപയോഗിച്ച് നിങ്ങൾക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഗൂഗിളിൻ്റെ AI Pro നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒരു മാസത്തെ കഴിഞ്ഞാൽ പുതിയൊരു അക്കൗണ്ട് ലോഗിൻ ചെയ്ത് പുതിയ AI Pro വെർഷൻ നമുക്ക് എടുക്കാൻ സാധിക്കും. അങ്ങനെ നിരവധി നമുക്ക് എടുക്കുകയും ചെയ്യാം. അപ്പോൾ എന്തായാലും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഇത് വളരെ യൂസ്ഫുൾ ആകുന്ന ഒന്നായിരിക്കും. കാരണം നിങ്ങൾ AI ഉപയോഗിച്ചില്ല എങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ 2 TB സ്റ്റോറേജ്, ആ 2 TB വരെ ഉള്ള ഫ്രീ സ്റ്റോറേജ് നിങ്ങൾക്ക് ഗൂഗിൾ ഡ്രൈവിൽ ലഭിക്കും. അതന്നെ വലിയൊരു ഫീച്ചറാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾക്കും പ്രോ അപ്ഗ്രേഡ് ചെയ്യാം. അറിയാത്തവരിലേക്ക് വീഡിയോ നന്നായി ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഉപകാരപ്രദമായിക്കോട്ടെ. അപ്പോൾ എന്തായാലും പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. നന്ദി, നമസ്കാരം, പീസ്.